ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അച്ഛനൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അച്ഛനിന്ന് ക്രിയേറ്റ് ചെയ്ത് തരാൻ പോകുന്നതെന്ന്. ഓക്കെ അച്ഛൻ പറഞ്ഞോളൂ. അപ്പോൾ ഞാനിന്ന് ഒരു 3 ഐറ്റം വെച്ചിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും കിട്ടുന്നതാണ് ഈ കാര്യങ്ങൾക്ക്. പിന്നെ ഇതിലൊന്ന് പറയാനുള്ളത് വെച്ചാൽ ഇത് ദോശമാവാണ്. ദോശമാവ് അല്ലേ? അരച്ചതിൻ്റെ ബാക്കിയാണ്, ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. വീടുകളിൽ അത് വേസ്റ്റ് ചെയ്യരുത്. നല്ലൊരു കണ്ടന്റാണ് ഇതിൽ. ഫെർട്ടിലൈസറിനെ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ, ദോശമാവ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലൈൻ അതാണ് കാണിച്ചത്. എന്താ കൺഫ്യൂഷൻ വേണ്ട. പിന്നെ ഇത് ഉള്ളിത്തൊലി, ഇത് കഞ്ഞിവെള്ളം. ഇത് പുളിച്ചതാട്ടോ, ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ ബാക്കിയാണ്. ഉള്ളിയുടെ തോലുണ്ട്. ഈ 3 ഐറ്റം വെച്ച് ഗുഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പോവാണ്, കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഉള്ളിത്തൊലിനെ ഓൾമോസ്റ്റ് ഒരു 100 ഗ്രാം ഉള്ളിത്തൊലി ഉണ്ട്. ഇവനെ നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യും 1 ലിറ്റർ വെള്ളത്തിൽ. വെള്ളത്തിൽ ബോയിൽ ചെയ്ത ശേഷം അത് ചണ്ടിയും എടുക്കാം, ആ വെള്ളത്തോടുകൂടി എടുക്കാം. അതായത് ചണ്ടി കളയേണ്ട ആവശ്യമില്ല, ഫെർട്ടിലൈസർ അല്ലേ, ചെടി അടികൾക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇത് പുളിപ്പിച്ച് പുളിച്ച നമ്മുടെ ദോശമാവ്, ഇതും അതെ പുളിച്ച കഞ്ഞിവെള്ളം കേട്ടോ. ഈ 3 ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 ലിറ്റർ വെള്ളമുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനെ എടുത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അതിനെ ഈ ബക്കറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഈ കഞ്ഞിവെള്ളത്തെ നമ്മുടെ ദോശമാവ് ഞാൻ ഇതിലോട്ട് മാറ്റും, ഈ കഞ്ഞിവെള്ളത്തിൽ ഇതിലോട്ട് മാറ്റും. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരും. ഓക്കെ. അപ്പോൾ ഇത് നമുക്കിത് ആദ്യം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം, എന്നിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും ഇവനെ നമുക്ക് ബോയിൽ ചെയ്യാണ്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ബോയിൽ ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അത് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിളപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 3 എണ്ണത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു ധാരണ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇരുമ്പ്, പൊട്ടാസ്യം, കാൽഷ്യം, ഇതെല്ലാം അടങ്ങിയ സംഭവമാണ് ഈ ഉള്ളിത്തൊലി എന്ന് പറയുന്നത്. ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അല്ലേ? പിന്നെ ഒന്ന് ഇത് നമ്മുടെ പുളിപ്പിച്ച ദോശമാവ്. ഇതിൽ നല്ല ബാക്ടീരിയകളും ല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നല്ല പ്രോട്ടീൻസും പിന്നെ ഗ്രോത്തിനുള്ള എല്ലാ ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് കഞ്ഞിവെള്ളം, കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റോറേജ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 3 നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇത് 3 കൂടി നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നു. 24 ഹവേഴ്സിന് ശേഷം നമ്മൾ ഡബിൾ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും അപ്ലൈ ഒഴിക്കാം അല്ലേ കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ 2 ലിറ്റർ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് ഒഴിക്കുന്ന കൂടി കാണിച്ചു കൊടുക്കാം, എല്ലാ സാധനങ്ങളും. കളറ് ഇത് ചൂടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ തണുത്ത് കഴിഞ്ഞിട്ട് ഒഴിക്കാവൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് കഞ്ഞിവെള്ളം. അടുത്തത് പുളിപ്പിച്ച ദോശമാവ് കേട്ടോ. ഓക്കെ. ഇവരെ നമുക്ക് നാളെ രാവിലെ ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയാണ് ഈ സാധനം. അപ്പോൾ എല്ലാവരും ഇത് നോക്കാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ഒരു ബൈ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ. ബൈ. ഓക്കെ ഗൈസ്, ബൈ.